ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെമ്പരത്തി പൂ ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ചെമ്പരത്തി ചെടി ഇല്ലാത്ത വീടുകൾ ചുരുക്കമാണ്. അതുപോലെ ചെമ്പരത്തി പൂവിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഒരു ആൻറ്റി ഓക്സിഡൻ്റ് കലവറയാണിത്. BP കുറയ്ക്കാൻ സഹായിക്കും, ലിവറിൻ്റെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കും, അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി ഒന്ന് കാണണം. കൂടാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും കൂടി വേണം, മറക്കല്ലേ. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതിനെ ഞാൻ എടുത്തേക്കുന്നത് ഒരു 20 ചെമ്പരത്തി പൂവാട്ടോ. ഇത് നമുക്ക് ഓരോ ഇതളായിട്ട് എടുക്കാം. എന്നിട്ട് ഇത് വെള്ളത്തിലിട്ട് വയ്ക്കാം. ഒരു 3 വട്ടമെങ്കിലും നന്നായി ഒന്ന് കഴുകിയെടുക്കണം. ഇനി നമുക്കൊരു പാനിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 240 ml മെഷർമെൻറ്റ് കപ്പിലാണ് എല്ലാം ഞാൻ മെഷർ ചെയ്തേക്കുന്നത്. ഇനി വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചെമ്പരത്തി പൂ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ഒരു 5 മിനിറ്റൊക്കെ നന്നായി തിളപ്പിച്ചാൽ മതിയാകും. ഇതിപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ പൂവെല്ലാം നമുക്ക് മാറ്റാം. ഈ പൂവിലെ എല്ലാ സത്തും ഫ്ലേവറും കളറും ഒക്കെ ഈ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഈ വെള്ളം ഒന്ന് തണുപ്പിക്കാൻ വയ്ക്കാം. നന്നായി ഒന്ന് ആറി വരട്ടെ. അപ്പോഴേക്കും ഒരു ബൗളിലേക്ക് 1 കപ്പ് കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പച്ചവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ മിക്സായി വരും. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ടയൊന്നും തന്നെ ഇല്ല. ഇനി ഇതിലേക്ക് ചൂടാറിയ ചെമ്പരത്തി പൂവിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു പർപ്പിൾ കളറാട്ടോ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇനി ഹൽവ സെറ്റ് ചെയ്യാനുള്ള ഒരു പാത്രം നമുക്ക് കുറച്ച് ഗീയൊക്കെ തേച്ച് വെക്കാം. ഞാനൊരു സ്റ്റീലിൻ്റെ പാത്രമാണ് എടുക്കുന്നത്. എല്ലാവരുടെ കയ്യിലും ഉള്ളത് ഈ സ്റ്റീലിൻ്റെ പാത്രമൊക്കെ ആയിരിക്കും. എനിക്കിഷ്ടമുള്ള പാത്രം എടുക്കാം. ഇനി സെയിം പാനിൽ തന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു 3/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് പഞ്ചസാര അലിയിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 ഏലക്ക ഒന്ന് ചതച്ചത് കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് പഞ്ചസാര നന്നായിട്ട് അലിയിപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെമ്പരത്തി പൂവിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇതിന് കൈവിടാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇത് നന്നായിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നെയ്യ് ഒന്ന് മിക്സായി വരുമ്പോഴേക്കും കുറച്ച് വെള്ള എള്ളും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതൊന്നും കൂടി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് മറ്റൊരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് നന്നായിട്ടൊന്ന് വാർത്തെടുക്കാം. അലുവയുടെ ഇടയിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. അപ്പോൾ അതുകൊണ്ടാണ് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചേർക്കുന്നത്. ഇനി നമുക്ക് അലുവയിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പം ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. മൊത്തം ഞാൻ 3 ടേബിൾ സ്പൂൺ നെയ്യാട്ടോ ഒഴിച്ചേക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നേരത്തെ നെയ്യ് തടവി വെച്ച പാത്രത്തിലേക്കാണ് മാറ്റുന്നത്. ഇനി ഇതൊന്ന് നന്നായി ഷേപ്പ് ചെയ്തെടുക്കാം. ഒരു 45 മിനിറ്റ് കൊണ്ട് തന്നെ അലുവ റെഡി ആയിട്ടുണ്ട്. ഇതിന് നന്നായിട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. നന്നായി ചൂട് മാറിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. സൂപ്പർ ടേസ്റ്റൊക്കെ ആട്ടോ. എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളെ വിലയേറിയ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റായിട്ട് അയക്കുകയും വേണം. മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും കൂടി വേണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ.